പരിപാടികൾക്ക് പോകുമ്പോൾ കുടുംബയോഗങ്ങളിലായാലും കാറ്റ് വീശി തുടങ്ങി എന്നുള്ളതാണ്. നമ്മൾ അന്ന് പറഞ്ഞു, ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് പ്രഖ്യാപിക്കപ്പെടുമ്പോൾ കേരളത്തിന്റെ ഭരണസിംഹാസനത്തിൽ എല്ലാ കാലത്തും അടയിരിക്കാമെന്ന് ധരിച്ചിരിക്കുന്ന ഒരു ചക്രവർത്തിയുടെ സിംഹാസനം ആടി ഉലയുമെന്ന് പറഞ്ഞു. പക്ഷെ റിസൾട്ട് വന്നപ്പോൾ ഒരു 1.5 ഉലച്ചിലായി ആ ചക്രവർത്തിയുടെ സിംഹാസനത്തിന് സംഭവിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇപ്പോൾ ഒന്ന് ഉലഞ്ഞാൽ മതി എന്നേ നമ്മൾ ആഗ്രഹിച്ചിട്ടുണ്ട്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ആ ചക്രവർത്തി സിംഹാസനത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്യപ്പെടുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. അതിന് നേതൃത്വം കൊടുക്കുന്ന ഒരു പ്രവർത്തനങ്ങൾക്ക് യൂത്ത് കോൺഗ്രസ് ഇവിടെ തുടക്കം കുറിക്കുകയാണ്. ഈ സംസ്ഥാനത്തിനകത്തും രാജ്യത്തിനകത്തും സമാനതകളില്ലാത്ത രീതിയിൽ ജനദ്രോഹപരമായ നടപടികളിലൂടെയാണ് ഇന്ന് നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ പിണറായി വിജയന്റെയും സർക്കാർ മുന്നോട്ട് പോകുന്നത്. മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ഈ രാജ്യത്തെ പാവപ്പെട്ട ജനങ്ങളുടെ പട്ടിണി തുടച്ചു മാറ്റിയൊരു പരിപാടിയാണ്. ഇന്ത്യക്കകത്ത് UPA സർക്കാർ പ്രിയങ്കരനായ ഡോക്ടർ മൻമോഹൻ സിംഗും സോണിയാഗാന്ധിയും നേതൃത്വം നൽകിയിരുന്ന കാലഘട്ടത്തിൽ ഈ രാജ്യത്തിനകത്ത് നടപ്പാക്കപ്പെട്ട മഹത്തരമായൊരു പദ്ധതിയാണ്. പാവപ്പെട്ടവന്റെ കൈകളിലേക്ക് പണമെത്തിച്ചു, അവന്റെ പട്ടിണി തുടച്ചു മാറ്റി, അവർക്ക് തൊഴിൽ നൽകി, അവരെ തൊഴിൽ മേഖലകളിൽ സജീവമാക്കി നിലനിർത്തിയ മഹാത്മാഗാന്ധി ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ നിന്ന് ഇന്ന് മഹാത്മാഗാന്ധിയുടെ പേര് നീക്കം ചെയ്യുകയാണ്. ആ പദ്ധതി അപ്പാടെ അട്ടിമറിക്കപ്പെടുകയാണ്. രാജ്യത്താകമാനം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നമ്മൾ തുടക്കം കുറിച്ചിരിക്കുകയാണ്. ഗാന്ധിയുടെ പേര് കാണുമ്പോഴും ഇന്നും സംഘപരിവാർ സംഘടനകൾക്ക് ഇത്രമേൽ ഭയമുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കൊന്നിട്ടും തീരാത്ത പകയുമായി ഗാന്ധിയുടെ പേര് പോലും നീക്കം ചെയ്യുന്ന രീതിയിലേക്ക് സംഘപരിവാർ സംഘടനകൾ കടന്നു പോകുമ്പോൾ 1000 ഗാന്ധിമാർ ഈ രാജ്യത്തിന്റെ മണ്ണിൽ സംഘപരിവാർ സംഘടനകൾക്കെതിരായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ പ്രിയങ്കരായ യൂത്ത് കോൺഗ്രസിന്റെ സഹപ്രവർത്തകന്മാരുടെ ദൃഢനിശ്ചയത്തോടുകൂടിയുള്ള പോരാട്ടത്തോടുകൂടി മഹാത്മാഗാന്ധിയുടെ ആശയാദർശങ്ങൾ ഈ രാജ്യത്തിനകത്ത് ഇല്ലാതെ പോകുന്നില്ല എന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ഈ റാലിയിൽ കോഴിക്കോട് ആയിരങ്ങൾ ഇന്ന് തെരുവുകളിൽ അണിനിരന്നുകൊണ്ട് കടന്നു വന്നത്. പ്രിയമുള്ളവരെ, തൊഴിലുറപ്പ് പദ്ധതി അട്ടിമറിക്കുന്ന കേന്ദ്ര സർക്കാരും ഈ സംസ്ഥാനത്തിനകത്ത് യുവാക്കളുടെ തൊഴിൽ ഇല്ലായ്മ ചെയ്യുന്ന ആ തൊഴിൽ കൊള്ളയടിക്കുന്ന സംസ്ഥാന ഗവൺമെന്റുമാണ് ഇന്ന് സംസ്ഥാനത്തിനകത്തുള്ളത്. പിൻവാതിൽ നിയമനങ്ങളിലൂടെ ഈ സംസ്ഥാനത്തിനകത്ത് തൊഴിലവസരങ്ങൾ ഇല്ലാതാക്കുകയാണ് ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിനെതിരായ ശക്തമായ സമര പരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസ് തെരുവുകളിലേക്ക് ഇറങ്ങുകയാണ്. അതുപോലെ തന്നെ ശബരിമലയിൽ ശാസ്താവിന്റെ സ്വർണം മോഷ്ടിക്കുന്ന ആളുകൾക്ക് സംരക്ഷണം ഒരുക്കുന്ന ഒരു സർക്കാരായി ഇന്ന് കേരളം ഭരിക്കുന്ന സർക്കാർ മാറിയിട്ടുണ്ട്. ആ സർക്കാരിനെതിരെ ഈ നാട്ടിലെ മുഴുവൻ ജനവിഭാഗങ്ങളും തെരുവിലേക്ക് ഇറങ്ങുന്ന ബഹുജന സമര പ്രക്ഷോഭങ്ങൾക്ക് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി നേതൃത്വം കൊടുക്കുകയാണ്. 13-ാം തീയതി തിരുവനന്തപുരത്ത് ഇവിടെ നിയമസഭാ മന്ദിരത്തിന് മുമ്പിൽ ആരംഭിക്കുന്ന അതിശക്തമായ സമരപരിപാടികളോടുകൂടി കേരളത്തിന്റെ തെരുവുകളിൽ കോൺഗ്രസ് പ്രസ്ഥാനവും ഈ സംസ്ഥാന ഗവൺമെന്റിനെതിരായ സമരപരിപാടികളുമായി രംഗത്തേക്ക് ഇറങ്ങുമ്പോൾ ആ സമരപരിപാടികൾക്ക് യൂത്ത് കോൺഗ്രസിന്റെ ഐക്യദാർഢ്യം കൂടി ഇവിടെ പ്രഖ്യാപിക്കപ്പെടുകയാണ്. 21-ാം തീയതി ഈ സംസ്ഥാനത്തിനകത്ത് നിയമസഭാ സമ്മേളനം ആരംഭിക്കുന്നതിന് മുറയ്ക്ക് 21-ാം തീയതി നിയമസഭാ മാർച്ച് യൂത്ത് കോൺഗ്രസ് ഇവിടെ ഈ സമരകാഹള പരിപാടിയിൽ വെച്ച് പ്രഖ്യാപിക്കുകയാണ്. ആ സമര പരിപാടി ഈ സംസ്ഥാനത്തിനകത്ത് ഐതിഹാസികമായ ഒരു പോരാട്ടമായി കേരളത്തിന്റെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. ഈ സംസ്ഥാനത്തിനകത്ത് യുവാക്കളുടെ തൊഴിലവസരങ്ങൾ ഇല്ലായ്മ ചെയ്യുന്ന പിണറായി വിജയൻ സർക്കാരിനെതിരായ സന്ധിയില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് പ്രിയമുള്ളവരെ നമ്മൾ തോളോട് തോൾ ചേർന്ന് ഇവിടെ ആരംഭം കുറിക്കുകയാണ്. ഈ സർക്കാരിനെ അധികാരത്തിൽ നിന്ന് താഴെ ഇറക്കിയിട്ടില്ലാതെ ഈ സമര പോരാട്ടങ്ങൾക്ക് അന്ത്യമില്ല എന്ന് ഇവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് പൂർത്തീകരിക്കപ്പെടുമ്പോൾ 2026 കേരളത്തിന്റെ നിയമസഭയ്ക്കകത്ത് ആരായിരിക്കണം കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് കൈ ഉയർത്തുന്ന MLA-മാരുടെ കൂട്ടത്തിൽ അത് UDF-ന്റെ MLA-മാരായിരിക്കും ഏറ്റവും കൂടുതൽ എന്ന് പറയാൻ വേണ്ടി ആഗ്രഹിക്കുക. അന്ന് കോഴിക്കോട് ജില്ലയിൽ നിന്ന് കഴിഞ്ഞ 2 പതിറ്റാണ്ടിന്റെ ചരിത്രം മാറ്റി എഴുതി മഹാഭൂരിപക്ഷം സീറ്റുകളിലും ഈ മുന്നണിയുടെ MLA-മാർ കേരളത്തിന്റെ നിയമസഭയ്ക്കകത്തുണ്ടാകുമെന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. 2026 ആരായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന ചോദ്യത്തിന് ഒരു കോൺഗ്രസുകാരനായിരിക്കും കേരളത്തിന്റെ മുഖ്യമന്ത്രി എന്ന് ഈ സമരകാഹളത്തിൽ നമ്മളിവിടെ പ്രഖ്യാപിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഈ സമരകാഹള പരിപാടിയിലേക്ക് കടന്നു വന്ന പ്രിയങ്കരനായ സഹപ്രവർത്തകരെ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി ഒരിക്കൽ കൂടി ഹൃദയാഭിവാദ്യം ചെയ്തുകൊണ്ട് ഈ വൈകിയ വേളയിൽ സുദീർഘമായി കടക്കുന്നില്ല.
ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ കമ്മിറ്റിയുടെ പ്രസിഡന്റും ഈ രാജ്യത്തിന്റെ സകല മേഖലകളിലും കോവിഡ് മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമ്മളെല്ലാം പ്രയാസം അനുഭവിച്ച സമയത്ത് രാജ്യത്തെ പ്രധാനപ്പെട്ട ഇന്ത്യ ടുഡേ പോലെയുള്ള മാഗസിനുകൾ അവരുടെ കവർ ചിത്രത്തിൽ കൊടുത്തത് ഒരേയൊരു ചെറുപ്പക്കാരന്റെ ചിത്രമാണ്, ഒരേയൊരു യുവജന സംഘടനയുടെ നേതാവിന്റെ ചിത്രമാണ്. അത് മറ്റാരുമായിരുന്നില്ല, ഇന്ത്യൻ യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസന്റെ ചിത്രമാണ്. അവരൊരു അടിക്കുറിപ്പ് കൂടി നൽകി. ഓക്സിജൻ മാൻ ഓഫ് ഇന്ത്യ എന്ന് വിശേഷിപ്പിക്കപ്പെട്ടത് യൂത്ത് കോൺഗ്രസിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസാണ്. ആ PV ശ്രീനിവാസാണ് ഇന്ന് ഈ റാലിയുടെ പൊതുയോഗത്തിന്റെ ഉദ്ഘാടകനായി ഇവിടേക്ക് കടന്നു വന്നിട്ടുള്ളത്. പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസിയെ ഇവിടെ ഈ പൊതുയോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്തുകൊണ്ട് എന്റെ അധ്യക്ഷ പ്രസംഗം ഇവിടെ ചുരുക്കുകയാണ്. സമാനതകളില്ലാത്ത സമര പോരാട്ടങ്ങൾക്ക് നാളുകളിൽ നമ്മൾ തുടക്കം കുറിക്കുന്ന പോരാട്ടങ്ങളിൽ നിങ്ങളേവരും ഈ സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിയോടൊപ്പം ഉണ്ടാകണമെന്നും ഈ ത്രിവർണ്ണ പതാക ഏന്തി ഈ ത്രിവർണ്ണ പതാകയുടെ ചലനങ്ങൾക്കൊപ്പം പദമുറപ്പിച്ചുകൊണ്ട് നടക്കാൻ നിങ്ങളേവരും ഉണ്ടാകണമെന്ന് ഒരിക്കൽ കൂടി സംസ്ഥാന യൂത്ത് കോൺഗ്രസ് കമ്മിറ്റിക്ക് വേണ്ടി അഭ്യർത്ഥിച്ചുകൊണ്ട് ഔപചാരികമായി ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിന് വേണ്ടി പ്രിയങ്കരനായ ശ്രീ PV ശ്രീനിവാസിയെ നിങ്ങൾക്ക് ഏവർക്കും വേണ്ടി സ്വാഗതം ചെയ്യുകയാണ്.